ഹലോ ദിയർ വാട്ട്സ്ആപ്പ് ഫ്രം സീസൺ 4 എപ്പിസോഡ് 5. നമ്മുടെ ജൂലിയുടെ ഫേവറേറ്റ് എപ്പിസോഡ് എന്നാണ് പറയുന്നത്. Is episode 5? There's lots of discoveries. അതിൽ പല ഡിസ്കവറീസും ഉണ്ട്. Can't say much. ഓഹോ, ജൂലി മോള് പറഞ്ഞാൽ പിന്നെ അപ്പിയില്ല, ഞങ്ങളും കാത്തിരിക്കുക. 5ാം എപ്പിസോഡിൻ്റെ പ്രോമോ മുൻപ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോമോയെക്കുറിച്ച് കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചാലോ? ആദ്യമേ ഞാൻ തുടങ്ങാം. പ്രൊമോയിലെ ഈ സീൻ തന്നെ ആദ്യം എടുക്കാം. കാരണം ഒരു വൻ ചില്ലിങ് മൊമെൻറ്റിലായിരുന്നില്ലേ കഴിഞ്ഞ എപ്പിസോഡ് കൊടുത്തി നിർത്തിയത്. സെറ്റിൽമെൻറ്റിൻ്റെ അടുത്തുള്ള ആ തടാകത്തിലായി ഒരുവൻ റോപ്പ് കണ്ട് വലിച്ചപ്പോൾ അവിടെ എന്തോ ഒരു വലിയ രൂപം പൊങ്ങി വരുന്നത് കണ്ടിരുന്നു. ട്രെയിലർ കൺഫേം ചെയ്തതാണ് അത് നോക്കുകുത്തികളായിരിക്കുമെന്ന്. പുതിയ പ്രൊമോയിൽ അതിനെ അവർ വലിച്ചെടുക്കുന്നത് കാണാം. ഒരു വലിയ റോപ്പിൽ തന്നെയാണ് പല പല കയറുകളോടുകൂടി എല്ലാ സ്കെയർ ക്രോസിനെയും കെട്ടിയിട്ടിട്ടുള്ളത്. തബീത്തയ്ക്ക് ഈ കൊല്ലങ്ങൾ കാണുമ്പോൾ വീണ്ടും അവരുടെ ചില മെമ്മറീസ് അൺലോക്ക് ആവുന്നതായി ഈ ഡയലോഗിലൂടെ മനസ്സിലാക്കാം. മുന്നേ 3ാം സീസണിൽ ജെയ്ഡ് സെറ്റിൽമെൻറ്റിൽ കണ്ട ടോട്ടംസിൻ്റെ ഡ്രോയിങ് വരച്ചത് കണ്ടപ്പോഴായിരുന്നു മുന്നേ ഒരു വലിയ റെവലേഷൻ ഉണ്ടായത്. അവൾ ആ സ്ഥലത്ത് കൊച്ചിലെ ഉണ്ടായിരുന്നതായും അവിടെ ചുറ്റി നടന്നിരുന്നതിനെക്കുറിച്ചെല്ലാം ഓർത്തെടുത്തപ്പോൾ പുതിയ എപ്പിസോഡിൽ തബീത്ത ഇങ്ങനെ പറയുമ്പോൾ ആ സ്വപ്നത്തിൽ കണ്ട ഒളിച്ചുകളിയിൽ സംഭവിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. അന്ന് കൊച്ചി തബീത്ത റെഡ് സ്റ്റോൺസിന് പിന്നിലായി കുത്തിയിരുന്നപ്പോൾ ആരോ അടുത്തേക്ക് വരുന്ന കണ്ട് നിലവിളിച്ചിരുന്നു. മറ്റൊരു ലീക്ഡ് പ്രോമോയിൽ ഒരു ബിറ്റ് നോക്കിയാൽ അതൊരു മനുഷ്യനാണ്. തബീത്തയുടെ കളിപ്പാവ തട്ടിയെടുക്കുന്ന പോലെയൊക്കെ കാണാം. ആ ശരീരപ്രകൃതവും താടിയൊക്കെ കണ്ടിട്ട് ഇതിന് ആ സിവിൽ വാർ സോൾജിൻ്റെ പോലെ വെർഷനുമാണോ എന്നൊരു സംശയമുണ്ടെങ്കിലും പോട്ടെ, അത് ലോജിക്കിന് നിരക്കാത്തതാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ഓടി ഒളിച്ചു പോയിരുന്നതാകാം കുഞ്ഞു തബീത്ത ആ ചെങ്കല്ലുകൾക്ക് പിന്നിൽ. കോലങ്ങളെ കണ്ട് അവൾ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോൺ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഭീഷണിയായ എന്തേലും ഈ തടാകത്തിനടുത്തിട്ടിൽ ഉണ്ടോയെന്ന്. സംഭവം അവരുടെ ഏറ്റവും വലിയ അപകടമാണ് ഈ വലിച്ചെടുത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഈ കോലങ്ങൾക്ക് രാത്രി താനെ ജീവൻ വെച്ചിട്ട് സംഘത്തെ കുടിലകർത്ത് ആക്രമിക്കാൻ വരുന്നതാണോ അതോ വേറെന്തെങ്കിലും മുഖേനയാണോ എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ അവിടെ സുരക്ഷയ്ക്കായി കുത്തിവെച്ചിട്ടുള്ള കോലങ്ങൾക്കൊന്നും ഒരു ശക്തിയുമില്ല എന്ന് കാണിക്കുന്നതാണ് ഈ നടക്കുന്ന അക്രമം. ഓൾസോ ടാലിസ്മാനും. എന്തായാലും ടാലിസ്മാനം കൊണ്ടായിരിക്കുമല്ലോ അവരിവിടേക്ക് എത്തിയിരിക്കുക. ഇവിടെ നമുക്ക് എന്തായാലും ഒരു ഉത്തരം കൂടി ലഭിക്കും. അന്ന് ജിമ്മും കെന്നിയും കുടിലിരുന്നപ്പോൾ അവരെ ആശങ്കപ്പെടുത്തിയ ആ ശബ്ദം ആരുടേതാണെന്ന്. ഇവിടെ ഡോണയെക്കുറിച്ചുള്ള ആശങ്ക മിക്കവരിലും ഉണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിലായി മരത്തിന് ചുവട്ടിലിരുന്ന് തബീത്തയോട് വൈകാരികമായി സംസാരിച്ചത് തന്നെ. നിന്റെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളല്ലേ, അവർക്ക് വേണ്ടി എന്തേലുമൊക്കെ ചെയ്യണേൽ അത് ഞാൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കണ്ട് പലർക്കും ഒരു സാക്രിഫൈസ് മണക്കുന്നുണ്ടായിരുന്നു. പോരാത്തിന് ഞാൻ നോക്കുമ്പോൾ പതിവില്ലാതെ പാരമൗണ്ടിൻ്റെ കാനഡ അക്കൗണ്ടൊക്കെ ഡോണ സ്പെഷ്യൽ തകെന്ന് പറഞ്ഞ് ഒരു റീലിപ്പോൾ 2 ദിവസം മുന്നേ ഇറക്കിയിരിക്കുന്ന കണ്ടു. ഡോണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അവരാണ് ഈ സീരീസിൽ തന്നെ സ്ട്രോങ് ലേഡി. ഡോണ കൂടി മിസ്സായ കഥയിലൊരു കീ ഫാക്ടറാണ് നാമാവശേഷമാകാൻ പോകുന്നത്. ഡോണയ്ക്ക് എപ്പോഴും കോളനി ഹൗസാണ് പ്രിയപ്പെട്ടത്. ഇവിടെ അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൺകുയി കുട്ടികളെ പോലെ വിത്ത് ഹോപ്പ്. ഡോണയെ സംബന്ധിച്ച് ഒരു കാര്യം നിങ്ങളെ കാട്ടാനുണ്ട്. അതിപ്പോൾ വേണ്ട, പിന്നെ ആവട്ടെ. പ്രൊമോയുടെ തുടക്കം തന്നെ ജെയ്ഡിൻ്റെ മാജിക് മഷ്റൂം പരീക്ഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ്. ബോയ്ഡോനുമായി ഉൾക്കാട്ടിലേക്ക് പോയി പരീക്ഷിക്കുന്നത് ചിലപ്പോൾ ആ മഷ്റൂം കണ്ട ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയായിരിക്കാം. പണ്ട് തനിക്കറിയായിരുന്ന മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കാനായി ജെയ്ഡ് ആരോടൊന്നില്ലാതെ മുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അത് ടൗണിനോട് തന്നെയാണ്. മാജിക് മഷ്റൂം വലിയ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും ജെയ്ഡിൻ്റെ ഇങ്ങനെ ടൗണിനോടെന്ന പോലെ മുകളിലേക്ക് നോക്കിയുള്ള സംസാരം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലിന് മുമ്പാണ്. സീസൺ 3ൽ തബീത്തയും ചീടിമുത്ത് നിൽക്കുമ്പോൾ ഇതുപോലാണ്. ആ ആങ്കുയി കുട്ടികളോട് സംസാരിക്കുന്ന പോലെ ആങ്കുയി എന്നല്ല വേറെ എന്തെങ്കിലും ഒരു സൂചന തെരുവ് നാശം പിടിച്ച പിള്ളേരെ എന്ന് മുകളിലേക്ക് നോക്കി പറയുന്നത്. ഇതിന് ശേഷം വരെ നമ്മൾ കാണുന്ന സീനിൽ ജിം ആ ബോട്ടിൽ നമ്പറുകൾ മ്യൂസിക് നോട്ട്സ് ആണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും അവനൊരു സഹായമായി എത്തുന്നത് വയലിലുമായി നിൽക്കുന്ന ഈ ബാലനാകാം. ജെയ്ഡിനറിയുന്ന ഒരു വയലിൻ സംഗീതം വായിക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ആ ചെക്കൻ്റെ ഗൈഡൻസിലൂടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്ന വലിയ സ്വീകരിച്ചമാകാം ഇത്. 4ാം എപ്പിസോഡിൻ്റെ പ്രൊമോ ബ്രേക്ക് ഡൗൺ കണ്ടായിരുന്നോ? കാരണം അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സീനുകളുണ്ടായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നില്ല, പ്രൊമോയിലുണ്ടായിരുന്നു. 5th എപ്പിസോഡിൽ ഇതെല്ലാം എന്തായാലും കാണും. അപ്പോൾ ആ ഒരു പ്രൊമോ ബ്രേക്ക് ഡൗൺ നോക്കിയാൽ ഈ സീനുകളുമായി ബന്ധപ്പെട്ട് വേറെ ചില സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിയും. ടണലിലേക്ക് റാന്തലുമായി കയറുന്നതും മോൺസ്റ്റേഴ്സ് അവനെ ചുറ്റപ്പെടുന്നതും പിടിക്കുന്നതൊക്കെ അവൻ്റെ ഒരു വിഷനാകാം. എന്നാൽ ആ വിഷനിൽ സംഭവിക്കുന്ന ചില പുതിയ രംഗങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ജെയ്ഡ് മുന്നേ ഒരിക്കൽ ടണൽ കടന്നപ്പോൾ എത്തിയ ആ സ്ഥലമില്ലേ, ആൺകുയി കുട്ടികളെ 7 ബലിപീഠങ്ങളിലായി എടുത്തിരിക്കുന്നത്, ആ ഒരു ചുറ്റുപാടിലേക്കാണ് അവൻ എത്തുന്നത് വീണ്ടും. ഇപ്പോൾ കുട്ടികൾക്ക് പകരം പിശാചുകളാണ്.
ബലിപീഠത്തിന് നടുവിലായി ഒരു കല്ലറ ഇപ്പോൾ നമുക്ക് കാണാം. അന്ന് അങ്ങനെ ഒരു കല്ലറ ഉണ്ടായിരുന്നോ? ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങളൊന്ന് നോക്കി പറ. ജെയ്ഡിനെ മോൺസ്റ്റേഴ്സ് എല്ലാം ചേർന്ന് ആ കല്ലറയിലിട്ട് മൂടുവാണ്. കുട്ടികളുടെ സാക്രിഫൈസുമായി ബന്ധപ്പെട്ട എന്തോ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചടങ്ങാണ് അതുകൊണ്ട് ഓർമ്മ വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും ഒരു വാവളപ്പൻ റെവലേഷൻ നമ്മെ കാത്തിരിപ്പുണ്ട്, അതുറപ്പാ. സീരീസിൻ്റെ തുടക്കം മുതൽ ജെയ്ഡിനെ അവർ കാട്ടുന്നത് മിക്കപ്പോഴും ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തുകൊണ്ടാണ്. ഇവിടെ നീല ഷർട്ടിട്ട് ഒരു ചെക്കൻ, അതും വയലിൻ പിടിച്ച് നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെയ്ഡിൻ്റെ കുട്ടിക്കാലമാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അവൻ തിരിയുന്ന വേദനകളിൽ പൊതിഞ്ഞ സത്യങ്ങൾ, ചെക്കൻ പറഞ്ഞ ആൺകുയി കുട്ടികളുടെ വേദന നിറഞ്ഞ ആ സത്യമായിരിക്കാം ഈ കാട്ടി കൊടുക്കുന്നത്. എല്ലാ കുട്ടികളെയും കൊന്നിട്ട് ഇനി ഒരുമിച്ച് തലയിട്ട് കുഴിച്ച് മൂടിയതാ മറ്റോ ആണോ? ഇതേക്കുറിച്ച് നമ്മുടെ ഫാമിലിയിലെ എല്ലാ ബ്രെയിൻസിനും എന്ത് തോന്നുന്നു? ദിസ് ടൈം എന്ന് പറയുമ്പോൾ അതൊരു സമയത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. ഈ ഒരു ഷോട്ടിൽ ജെയ്ഡിൻ്റെ ടീഷർട്ടിൽ എന്തോ പറ്റിയിരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ വെയിലത്ത് നിന്നതിൻ്റെ ആയിരിക്കും. മരിയലും ക്രിസ്റ്റിക്കുമൊക്കെ പയ്യെ പ്രാധാന്യം വന്ന് തുടങ്ങിയതായി ഈ പ്രൊമോ സൂചിപ്പിക്കുന്നുണ്ട്. ക്ലിനിക്കിലിരിക്കെ വീണ്ടും മരിയലിന് വിഷൻ ഉണ്ടാകുമ്പോൾ അതന്ന് ഡഞ്ചനിൽ കിടന്ന ആ ഒരു മൊമെൻ്റ് പോലെയാണ്. രണ്ടു കൈയിലും ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പോലെ അലട്ടലുണ്ടാവുന്നതിലൂടെ അവൾക്ക് എന്തൊരു പുതിയ ദർശനം ഉണ്ടാവുന്ന കൊണ്ടാകാം ക്രിസ്റ്റിയോട് ഇങ്ങനെ പറയുന്നത്. അന്നൊരിക്കൽ വിചിത്രമായി റാന്തൽ വിളക്കിനും ജൂലിക്കും മരിയലിനും കണ്ണുവെള്ളയെ ആ ഒരു സിറ്റുവേഷൻ വന്ന് അതിൽ നിന്നും മുക്തിയായ ശേഷവും ഇവർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് നിലനിൽപ്പുണ്ട്. കഴിഞ്ഞ സീസണിൽ റാൻഡലിന് ആ ചീവീടിൻ്റെ ശബ്ദം പിന്നെയും കേൾക്കുന്ന പോലെ തോന്നിയത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ മരിയലിനും ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ശല്യം ഉണ്ടാവുകയാണ്. ഇങ്ങനെയെങ്കിൽ വൈകാതെ ജൂലിക്കും എന്തെങ്കിലും ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ എൻഡിങ് ഒരു സ്ട്രോങ് സസ്പെൻസ് ബ്ലോക്ക് തന്നെയായിരുന്നു. എന്നാൽ പലർക്കും അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാന കാര്യം ട്രെയിലറാണ്. നമ്മൾ ട്രെയിലറിൽ എടുത്ത് ശ്രദ്ധിച്ച 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ബോയ്ഡ് ആബിയുടെ കല്ലറയിലിരിക്കുമ്പോൾ അവിടെ കൈ വരുന്നൊരു ഭീകര സിറ്റുവേഷൻ. 2, സെറ്റിൽമെൻറ്റിലെ സ്കെയർ ക്രോസിൻ്റെ സീനുകളും. ഇത് രണ്ടും ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ടാണ് ഒരു വാവ് ഫീലിംഗ് കിട്ടാതിരുന്നത് പലർക്കും. പിന്നെ ഫ്രം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു പോരായ്മ നോക്കിയാൽ ഓരോ എപ്പിസോഡ് ഡ്രോപ്പായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും കാണില്ല ഉടനെ ഒന്നും. പുതിയ പ്രൊമോ ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് എടുത്തിരുന്നതാണ് നമ്മൾ ക്ലാരിറ്റി പോലും ഇല്ലാതെ കാണുന്നത്. അതേസമയം നമ്മുടെ പെന്നി വൈസ് വെൽക്കം ടു ഡെറിയുടെ ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ അവർ പുതിയ എപ്പിസോഡ് ടീസർ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇനി സീസൺ 2 എപ്പോഴാണോ എന്തോ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പ്രോമോയെക്കുറിച്ചുള്ള തോട്ട്സ്. ഇനി ഈ പുതിയ പ്രോമോയിൽ നിങ്ങൾക്ക് തോന്നിയ ചിന്താഗതി എങ്ങനെയെന്ന് പങ്കുവയ്ക്കാൻ തുടങ്ങിക്കോളൂ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ.